നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. ആനയും പുലിയും കടുവയും സിംഹവാലൻ കുരങ്ങും എല്ലാം വിഹരിക്കുന്ന ആതിരപ്പള്ളി വാഴച്ചാൽ വഴി മലക്കപ്പാറ വരെ പോകുന്ന കാനനപാതയിലൂടെയാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. ആതിരപ്പള്ളി വാഴച്ചാൽ വെള്ളച്ചാട്ടങ്ങൾ ഉൾപ്പെടുന്ന ചാലക്കുടി പുഴയുടെ തീരങ്ങളിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. വലതുഭാഗത്ത് കാണുന്നത് ആതിരപ്പള്ളി വാട്ടർഫാൾസിലേക്കുള്ള എൻട്രിയാണ്. നമ്മളിപ്പോൾ തൽക്കാലം അവിടെ കയറുന്നില്ല. ആതിരപ്പള്ളിയും വാഴച്ചാലും എല്ലാം തിരിച്ചു വരുമ്പോൾ കയറാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആതിരപ്പള്ളി വാഴച്ചാൽ വെള്ളച്ചാട്ടങ്ങളിലേക്കുള്ള ടിക്കറ്റ് എടുക്കുന്നത് ഇവിടെ ഫോറസ്റ്റ് ഓഫീസിന്റെ കൗണ്ടറിൽ നിന്നാണ്. നമ്മളിപ്പം ടിക്കറ്റ് എടുക്കുന്നില്ല, കാരണം തിരിച്ചു വരുമ്പോഴാണ് കയറുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ടിക്കറ്റ് എടുക്കാതെ നേരെ പോവുകയാണ്. വലതുഭാഗത്തേക്ക് കാണുന്നതെല്ലാം ആതിരപ്പള്ളി വാട്ടർഫാൾസിലേക്ക് വന്ന വാഹനങ്ങൾ നിർത്തിയിട്ടിരിക്കുന്നതാണ്. തിരക്കനുസരിച്ച് വാഹനങ്ങളുടെ നീണ്ട നിര തന്നെ കാണാം. ഇന്ന് താരതമ്യേന തിരക്ക് കുറവാണെന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് വാഹനങ്ങളുടെ നിര കുറച്ച് കുറവായി കാണുന്നത്. അതല്ലെങ്കിൽ കിലോമീറ്ററുകളോളം ഇതുപോലെ വാഹനങ്ങൾ കിടക്കുന്നത് കാണാം. ഇതുവഴി നമ്മുടെ സ്വന്തം വാഹനത്തിൽ ഡ്രൈവ് ചെയ്തും അതേപോലെ തന്നെ KSRTCയുടെ ആനവണ്ടിയിലും, നമ്മുടെ കേരളത്തിന്റെ സ്വന്തം KSRTCയുടെ ആനവണ്ടിയിലും യാത്ര ചെയ്യാം. ചാലക്കുടിയിൽ നിന്നും രാവിലെ 8 മണിക്ക് ആരംഭിക്കുന്ന ഉല്ലാസയാത്ര ബസ്സിൽ 204 രൂപ ടിക്കറ്റിൽ ഇതുവഴി പോയി തിരിച്ചു വരാം. ആതിരപ്പള്ളി വെള്ളച്ചാട്ടം, വാഴച്ചാൽ വെള്ളച്ചാട്ടം, ചാപ്ര വെള്ളച്ചാട്ടം തുടങ്ങി ധാരാളം വെള്ളച്ചാട്ടങ്ങളും, പെരിങ്ങൽകുത്ത് റിസർവോയറിന്റെ വ്യൂ പോയിന്റ്, ആനക്കയം പാലം, മലക്കപ്പാറ ടീ എസ്റ്റേറ്റ്, ഷോളയാർ ഡാം തുടങ്ങിയ വിവിധ സ്ഥലങ്ങൾ സന്ദർശിച്ച് വൈകിട്ടോടുകൂടി ചാലക്കുടിയിൽ തിരിച്ചെത്തുന്ന രീതിയിലാണ് ഈ പാക്കേജ് KSRTC യാത്രക്കാർക്കായി അവതരിപ്പിച്ചിട്ടുള്ളത്. പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ ഇഷ്ടപ്പെടുന്ന ഏതൊരാൾക്കും വളരെയധികം എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു യാത്രയാണ് ഇതുവഴി. ധാരാളം മൃഗങ്ങളെയും കണ്ട് പ്രകൃതി ഭംഗി ആസ്വദിച്ച് ഇതുവഴി പലപ്പോഴും യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ഓരോ തവണ പോകുമ്പോഴും വ്യത്യസ്തമായ അനുഭവങ്ങളാണ് വീണ്ടും വീണ്ടും ഇതിലൂടെ യാത്ര ചെയ്യാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്. ഓരോ കാലാവസ്ഥയിലും ഓരോ സമയത്തും യാത്ര ചെയ്യുമ്പോൾ വ്യത്യസ്തമായ അനുഭവങ്ങളായിരിക്കും നമുക്ക് ലഭിക്കുന്നത്. റോഡിനിരുവശവും മനോഹരമായ വൃക്ഷങ്ങളാലും പുൽമേടുകളാലും അതുപോലെ തന്നെ മലനിരകളുടെ ഭംഗിയുള്ള ദൃശ്യങ്ങളാലും സമ്പൂർണമാണ്. ഈ മഴക്കാലത്ത് ചെറിയൊരു മഴച്ചാറിലും അതോടൊപ്പം തന്നെ മഴ പെയ്ത് തണുത്തു നിൽക്കുന്ന പ്രകൃതിയുമായി ഈ വഴിയിലൂടെയുള്ള ഒരു യാത്ര സ്വർഗീയമായ ഒരു അനുഭൂതി തന്നെയാണ് നമുക്ക് നൽകുന്നത്. യാത്രയിലുടനീളം മനോഹരമായ ദൃശ്യാനുഭവം സമ്മാനിക്കുന്നതോടൊപ്പം അരികിലൂടെ ഒഴുകുന്ന പുഴയുടെ ശബ്ദവും കാടിൻ്റെ വന്യതയും അതോടൊപ്പം കാട്ടുമൃഗങ്ങളുടെ ശബ്ദങ്ങളുമെല്ലാമായി വളരെ മനോഹരമായ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് ഇതിലൂടെയുള്ള യാത്ര. പ്രകൃതിയോടിണങ്ങി യാത്ര ചെയ്യാനും പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്കും ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം തന്നെയായിരിക്കും ആതിരപ്പള്ളി മുതൽ മലക്കപ്പാറ വരെയുള്ള ഈ കാനനപാത. ഈ ഇടതുഭാഗത്തുള്ളതാണ് ചാപ്ര വാട്ടർഫാൾസ്. ഇതിലൂടെ സഞ്ചരിക്കുമ്പോഴുള്ള ദൃശ്യം ഞാൻ പകർത്താൻ ശ്രമിച്ചിട്ടുണ്ട് വാഹനത്തിൽ നിന്ന്. പക്ഷേ ഇത് ഡാഷ് ക്യാമിൽ അതിൻ്റെ വിഷ്വൽസ് വളരെ കൃത്യമായി കിട്ടുന്നില്ല. ഞാൻ മൊബൈൽ പകർത്തിയ ദൃശ്യങ്ങൾ ആണ് ഇനി കാണാൻ പോകുന്നത്. നുരഞ്ഞൊഴുകുന്ന ഈ മനോഹരമായ വെള്ളച്ചാട്ടം ആരെയും കൊതിപ്പിക്കുന്നതാണ്. ഈ പാലം കഴിഞ്ഞ് വാഹനം പാർക്ക് ചെയ്ത് അവിടെ നിന്ന് നമുക്ക് ഫോട്ടോ എടുക്കുവാനുള്ള സൗകര്യമുണ്ട്. ഇവിടെ
കുറച്ച് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. അവിടെ വാഹനം നിർത്തിയിട്ട് ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് അവിടുന്ന് പോയത്. വളരെ മനോഹരമായ ദൃശ്യങ്ങളാണ് ഇവിടുന്ന് പകർത്താൻ സാധിക്കുക. അത്യാവശ്യം ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം പതുക്കെ ഞങ്ങൾ അവിടുന്ന് വീണ്ടും യാത്ര തുടരുകയാണ്. വഴിയിൽ കുറെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെയൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ ഏതെങ്കിലും വന്യമൃഗങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണോ അവർ ഇറങ്ങിയിരിക്കുന്നതെന്ന് ശ്രദ്ധിച്ചു. പക്ഷേ അവരുടെ ദൈനംദിന പട്രോളിങ്ങിന്റെ ഭാഗമായി വന്നതാണെന്ന് തോന്നുന്നു. അവിടെ പ്രത്യേകിച്ച് മൃഗങ്ങളെയൊന്നും ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ല. അങ്ങനെ നമ്മൾ വാഴച്ചാൽ ചെക്ക് പോസ്റ്റോട് അടുക്കുകയാണ്. ഇതിന്റെ വലതുഭാഗത്തായിട്ടാണ് വാഴച്ചാൽ വെള്ളച്ചാട്ടവും അതോടൊപ്പം ചെറിയൊരു ചിൽഡ്രൻസ് പാർക്കും എല്ലാം ഉള്ളത്. ഈ ചെക്ക് പോസ്റ്റിലൂടെ രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് മലക്കപ്പാറ ഭാഗത്തേക്ക് വാഹനങ്ങൾ കടത്തിവിടുക. നമ്മുടെ പേരും വണ്ടി നമ്പറും മൊബൈൽ നമ്പറും എല്ലാം നൽകി അവരൊരു സ്ലിപ്പ് തരും. ആ സ്ലിപ്പ് 2 മണിക്കൂറിനുള്ളിൽ നമ്മൾ യാത്ര ചെയ്ത് മലക്കപ്പാറ ചെക്ക് പോസ്റ്റിൽ ഏൽപ്പിക്കേണ്ടതാണ്. ഇവിടെ നിന്നും യാത്ര ആരംഭിച്ചു കഴിഞ്ഞാൽ മലക്കപ്പാറ ചെക്ക് പോസ്റ്റിൽ ഈ സ്ലിപ്പ് നൽകിയ ശേഷമാണ് യാത്രയെ അവസാനിപ്പിക്കാൻ പാടുള്ളൂ. അതിനിടയ്ക്ക് വേറെ ഏതെങ്കിലും കാട്ടുവഴികളിലൂടെ പോകാനോ മറ്റുള്ള റൂട്ടുകളിലൂടെ സഞ്ചരിക്കുവാനോ അനധികൃതമായി വനത്തിനുള്ളിൽ കയറുവാനോ ഒന്നും നമുക്ക് അനുവാദമുണ്ടായി. അതോടൊപ്പം തന്നെ മറ്റേതൊരു കാട്ടിലൂടെയുള്ള യാത്രയിലും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഈ യാത്രയിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. എവിടെയും പാർക്ക് ചെയ്യുവാനോ അതുപോലെ തന്നെ വന്യമൃഗങ്ങളെ ഉപദ്രവിക്കുവാനോ കാടിൽ എന്തെങ്കിലും മാലിന്യങ്ങൾ വലിച്ചെറിയുന്നതിനോ ഒന്നും നമുക്ക് അനുവാദമുള്ളതല്ല. പ്രകൃതി ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത തലമുറയിലേക്കും കൈമാറേണ്ടതും നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഞാൻ മുൻപ് സൂചിപ്പിച്ച KSRTCയുടെ ഉല്ലാസയാത്രയുടെ ബസ്സാണ് ഈ കിടക്കുന്നത്. ഈ ബസ് ഇങ്ങനെ ഓരോ സ്റ്റോപ്പുകളിലും നിർത്തി ഓരോ ടൂറിസ്റ്റ് പ്ലേസുകളിലും നിർത്തി യാത്രക്കാർക്ക് അവിടെ ഇറങ്ങാനും സ്ഥലങ്ങൾ കാണുവാനും ഫോട്ടോ എടുക്കുവാനും എല്ലാം സൗകര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് ആ യാത്ര പൂർത്തിയാക്കുന്നത്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് പച്ചപ്പ് മാത്രം കണ്ടുകൊണ്ടുള്ള യാത്രയാണ്. ഈ കാണുന്നതാണ് മനോഹരമായ ആനക്കയം പാലം. ഈ പാലത്തിന്റെ 2 ഭാഗത്തും ഉള്ള പുഴയുടെ ദൃശ്യങ്ങൾ വളരെ മനോഹരമാണ്. ഡാഷ് ക്യാമിൽ ആ ദൃശ്യങ്ങൾ പതിയാത്തത് കാരണം അത് കാണിക്കുവാൻ നിർവാഹമില്ല. ഇവിടെ വാഹനങ്ങൾ നിർത്തുവാനും ഫോട്ടോ എടുക്കുവാനും ഒന്നും അനുവാദമില്ലാത്തത് കൊണ്ട് നമ്മളിവിടെ വണ്ടി നിർത്തുന്നില്ല, യാത്ര തുടരുകയാണ്. ഈ യാത്രയിലുടനീളം കാണിക്കുന്ന ദൃശ്യങ്ങളിലധികവും എൻ്റെ വാഹനത്തിന്റെ ഡാഷ് ക്യാമിൽ ചിത്രീകരിച്ച ദൃശ്യങ്ങളാണ്. അതുകൊണ്ടാണ് ഗ്ലാസിൽ ലൈറ്റ് അടിക്കുമ്പോഴുള്ള ഇതുപോലുള്ള മിന്നലുകൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതുവഴി യാത്ര ചെയ്യുമ്പോൾ ധാരാളം വന്യമൃഗങ്ങളെ കാണാൻ സാധ്യതയുള്ള സ്ഥലമാണ്. നിർഭാഗ്യവശാൽ അങ്ങോട്ടുള്ള യാത്രയിൽ നമ്മൾ കാര്യമായി അങ്ങനെ മൃഗങ്ങളെ ഒന്നും കണ്ടില്ല. ഇപ്പോൾ ഈ കാണുന്നത് ഒരു കുരങ്ങാണ്, കരിങ്കുരങ്ങാണ്. അതിന് എത്രമാത്രം കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ആ മരത്തിന്റെ ചില്ലയിൽ ഇരിപ്പുണ്ട്. ഇപ്പൊ താഴോട്ട് ചാടിയിട്ട് അവിടെ ഒളിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് ഇപ്പോഴും ആ കാട്ടിനകത്ത് തന്നെ ഇരിക്കുകയാണ്. അവിടുന്ന് എവിടെയും പോയിട്ടില്ല.
എന്ന് ചാടിമറിഞ്ഞ് പോകുന്നത് നമുക്കിപ്പോൾ കാണാം. ഇത്തരം ധാരാളം മൃഗങ്ങളെ കണ്ടുകൊണ്ടുള്ള ഈ യാത്ര വളരെ മനോഹരമാണ്. അങ്ങോട്ടുള്ള യാത്രയിൽ അധികം മൃഗങ്ങളെ കണ്ടില്ലെന്ന സങ്കടം തിരിച്ചു വരുമ്പോൾ പ്രകൃതി തീർത്തു തന്നിട്ടുണ്ട്. തിരിച്ചു വരുമ്പോൾ ധാരാളം ആനകളും മറ്റ് അനവധി മൃഗങ്ങളെയും കണ്ടുകൊണ്ടാണ് തിരിച്ചുള്ള യാത്ര. അതിൻ്റെ വിശദമായൊരു വീഡിയോ അടുത്തൊരു വീഡിയോയായി ഞാൻ ഇടുന്നുണ്ട്. അതും കണ്ട് പ്രോത്സാഹിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ചെറിയ രീതിയിൽ മഴ ചാറിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ആ മഴ ഇപ്പോൾ അവസാനിപ്പിച്ച മട്ടാണ്. അത്യാവശ്യം വെയിലൊക്കെ കാണുന്നുണ്ട്. എത്ര സമയം ഇതിങ്ങനെ ഉണ്ടാകുമെന്നറിയില്ല. ഈ കാണുന്നത് നമ്മുടെ സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ വാഹനമാണ്. ഇതുവഴിയുള്ള ഫോറസ്റ്റ് ജീവനക്കാർക്കുമൊക്കെ റേഷൻ നൽകാനും ഒക്കെയായി പോകുന്ന വാഹനമാണെന്ന് തോന്നുന്നു. മലക്കപ്പാറ വരെ ഈ വാഹനം നമ്മൾ കണ്ടു. ആനയും മറ്റും വന്ന് ഈറ്റയുടെയൊക്കെ ചില്ല ഒടിച്ചിട്ടത് കൊണ്ടാണ് ഈ വഴിയിൽ ഇത്തരം തടസ്സങ്ങൾ. ആനകൾ ധാരാളം ഇതുവഴി സഞ്ചരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടിരുന്നെങ്കിലും അങ്ങോട്ടുള്ള യാത്രയിൽ ഒരെണ്ണത്തെ പോലും കാണാൻ കഴിഞ്ഞില്ല. പക്ഷെ തിരിച്ചുള്ള യാത്രയിൽ അതുപോലെ ആയിരുന്നില്ല. ഈ മരങ്ങളെല്ലാം ആനയുടെ പണി തന്നെയാണ് എന്നുള്ളത് മനസ്സിലാക്കുന്ന രീതിയിൽ ധാരാളം ആനക്കൂട്ടങ്ങളെ തിരിച്ചുള്ള യാത്രയിൽ നമുക്ക് കാണാനായിട്ട് സാധിച്ചു. കുടുംബാംഗങ്ങൾക്കൊപ്പവും തനിച്ചും സുഹൃത്തുക്കൾക്കൊപ്പവുമെല്ലാം ഒരേപോലെ സഞ്ചരിക്കുവാനും ആസ്വദിക്കുവാനും കഴിയുന്ന മനോഹരമായ അപൂർവം കാനനപാതകളിലൊന്നാണ് ഈ റൂട്ട്. അധികം അപകട സാധ്യതകളും പ്രശ്നങ്ങളും ഒന്നുമില്ലാത്ത, എന്നാൽ പ്രകൃതി ഭംഗി ആവോളമുള്ള മനോഹരമായൊരു റൂട്ടാണ് വാഴച്ചാലിൽ നിന്നും മലക്കപ്പാറ വരെയുള്ള ഈ യാത്ര. അതിരപ്പള്ളി മുതൽ മലക്കപ്പാറ വരെ ഏകദേശം 50 കിലോമീറ്റർ ദൂരമാണുള്ളത്. ഈ 50 കിലോമീറ്റർ ദൂരവും പ്രകൃതി ഭംഗി ഒരേപോലെ ആസ്വദിച്ചുകൊണ്ട് എൻജോയ് ചെയ്തുകൊണ്ട് യാത്ര ചെയ്യാൻ പറ്റിയ മനോഹരമായ ഒരു റൂട്ടാണിത്. മലക്കപ്പാറയിൽ നിന്നും ഏതാണ്ട് 20 കിലോമീറ്റർ ദൂരം കൂടി സഞ്ചരിച്ചാൽ വാൽപ്പാറ എന്ന മനോഹരമായ മറ്റൊരു തേയിലത്തോട്ടങ്ങളാൽ സമ്പന്നമായ മറ്റൊരു ഹിൽ സ്റ്റേഷനിലേക്കാണ് നമ്മൾ എത്തിച്ചേരുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് ദൂരം റോഡ് കുറച്ച് മോശമാണെങ്കിലും പ്രകൃതി ഭംഗിക്ക് കുറവൊന്നുമില്ല. ഇതുപോലെയുള്ള ധാരാളം കുഞ്ഞു കുഞ്ഞു വാട്ടർഫാൾസ് പോകുന്ന വഴിയിൽ മുഴുവനുമുണ്ട്. ഈ ഭാഗങ്ങളിൽ റോഡിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ചു ദൂരം പോയപ്പോഴത്തേക്കും കോടമഞ്ഞൊക്കെ ധാരാളമായി കാണാൻ തുടങ്ങി. ഇനി ഇവിടുന്ന് അങ്ങോട്ട് കുറച്ചു ദൂരം കയറ്റമാണ്. മലക്കപ്പാറ ചെക്ക് പോസ്റ്റ് ഏകദേശം എത്താറായിട്ടുണ്ട്. ഈ ഇടതുഭാഗത്ത് കാണുന്ന ബിൽഡിംഗ് ആണ് മലക്കപ്പാറ പോലീസ് സ്റ്റേഷൻ. അതിന് തൊട്ടപ്പുറത്ത് തന്നെയാണ് മലക്കപ്പാറ ചെക്ക് പോസ്റ്റ്. ഈ ചെക്ക് പോസ്റ്റിലാണ് വാഴച്ചാലിൽ നിന്നും കിട്ടിയ സ്ലിപ്പ് നമ്മൾ കാണിക്കേണ്ടത്. ഇവിടെ വാഹനം നിർത്തി ഇവിടെ രജിസ്ട്രേഷൻ കൗണ്ടർ ഉണ്ട്. ആ കൗണ്ടറിലാണ് നമ്മൾ ഈ സ്ലിപ്പ് കാണിക്കേണ്ടത്. ഇതോടെ നമ്മുടെ മലക്കപ്പാറ യാത്ര അവസാനിച്ചു.
ഇവിടെ വാസുവേട്ടൻ്റെ ചെറിയൊരു ഹോട്ടലുണ്ട്. ഉച്ചയ്ക്ക് നല്ല മിതമായ നിരക്കിൽ നല്ല വൃത്തിയുള്ള ഒരു ഊണ് കിട്ടുന്ന ചെറിയൊരു കട. വാസുവേട്ടൻ്റെ ഹോട്ടലിൽ നിന്നും ഉച്ചയ്ക്ക് ഊണും കഴിച്ച് നമ്മൾ തിരിച്ച് ഇതേ വഴിയിലൂടെ തന്നെ യാത്ര ചെയ്യുകയാണ്. ഇങ്ങോട്ട് വന്നതുപോലെയല്ല, തിരിച്ചങ്ങോട്ട് പോകുമ്പോൾ ധാരാളം മൃഗങ്ങളെയും നമുക്ക് കാണാൻ പറ്റി. ആ വീഡിയോ ഉടൻ തന്നെ ഇതേ ചാനലിൽ വീണ്ടും അപ്ലോഡ് ചെയ്യുന്നതാണ്. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ.